എന്താണ് ഈ അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്? അഭിനവഗുപ്തൻ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു സ്കോളറായിരുന്നു, പണ്ഡിതനായിരുന്നു, താന്ത്രികനായിരുന്നു. അഭിനവഗുപ്തനെ എല്ലാവർക്കും അറിയുന്നത് ഒരു എസ്തെറ്റിഷ്യനായിട്ട്. പക്ഷേ ഏറ്റവും കുറച്ച് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അഭിനവഗുപ്തൻ ഒരു താന്ത്രികനായിരുന്നു എന്നുള്ളതാണ്. കാശ്മീര ശൈവം, തൃഗദർശനം എന്നാ പറയുക, തൃഗദർശനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ആളായിരുന്നു അഭിനവഗുപ്തൻ. ശിവൻ തന്നെ അവതരിച്ചു അഭിനവഗുപ്തനായിട്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, രാമൻ ഭാരതത്തിനെ തെക്കും വടക്കും യോജിപ്പിച്ചു, കൃഷ്ണൻ പടിഞ്ഞാറും കിഴക്കും യോജിപ്പിച്ചു, ശിവൻ ഓരോ കല്ലിലും ഭാരതത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ജീവോർജത്തിൻ്റെ ഒരു എംബോഡിമെൻ്റ് ആണ്. ഇതെല്ലാം നമ്മളുമായിട്ട് എത്രയെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ട് എല്ലാ തരത്തിലും. ഇപ്പം ഭാര്യ, പുരാണപരമായിട്ട് പറയാണ്, പുരാണ സങ്കല്പത്തിന് ഭാര്യ മരിച്ചിട്ട് ആ ശവം തോളിലിട്ടിട്ട് വിലപിച്ചുകൊണ്ട് നടന്ന ഏത് ദൈവമുണ്ട് പുരാണത്തിൽ? ശരിയാണ്, ശിവൻ മാത്രമേ ഉള്ളൂ. യമനെ പിടിച്ച് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കഴുത്തൊടിച്ച് തിരിച്ചിരിക്കുന്ന ഒരു ശില്പമുണ്ട്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര ഘോരമായിട്ടാണ് യമനോട് പെരുമാറിയത്. വിധിയെ മാറ്റാൻ വരെ ഭഗവാൻ ഒരുമ്പെടും. അങ്ങനെ ഒരാളെ ശിവനെ മാത്രമേ കാണുള്ളൂ, വിധിയെ മാറ്റാൻ ഒരുമ്പെടുക. വിഷ്ണുമായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ സേവകൾ എന്തുകൊണ്ടായിരിക്കാം മലയാളികൾക്ക് പെട്ടെന്ന് ചാത്തനോട് ഇത്ര പ്രിയം കൂടിയത്? ചാത്തനോട് പ്രിയം തോന്നാൻ കാരണം ഫേസ്ബുക്കാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വരെയുണ്ട് ചാത്തന് സ്വന്തമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളെ പിടിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികളോട് കളിക്കും. അങ്ങനെ ഞാൻ ഏതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചങ്കാണ് ചാത്തൻ എന്ന് പറയും. കാരണം വെച്ചാൽ അത്രയും ഫ്രണ്ട്ലിയാണ്. ഇത് രണ്ടിൻ്റെയും ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മലവാരം കരിനീലി പെറ്റ പൊന്മകനാണ് കുട്ടിച്ചാത്തൻ. ഈ സർപ്പങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആരാധന തോന്നുന്ന അല്ലെങ്കിൽ കുറച്ച് പേടിയുള്ള ദൈവമാണ് മഹാദേവൻ, പരമശിവനോടുള്ള ഭക്തിയും ഇന്ന് ഒരുപാട് പേരിൽ കൂടി വരുന്നുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂല് വ്യാസൻ എന്ന് പറയുന്ന ഒരു പ്രഭാഷകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ദൈവമാണ് മഹാദേവൻ, മനുഷ്യരെ പോലെ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉള്ള ദൈവമാണ് മഹാദേവൻ. മഹാദേവനെ കുറിച്ചിട്ടുള്ള എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? മഹാദേവന്റെ ഈ ഇടയായിട്ട് ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ശിവ ട്രെൻഡ് ഉണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അമിഷിന്റെ ശിവ ട്രിലോജി ഇറങ്ങിയതാണ് യുവാക്കളുടെ ഇടയിൽ. പിന്നെ രണ്ടാമത്തെ സദ്ഗുരുവിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് ശിവനെ പോപ്പുലർ ശിവ ട്രൈബ് ഉണ്ടാവാൻ കാരണം. അതൊക്കെ മാറ്റിവെച്ചാൽ ഭാരതത്തിൻ്റെ ഓരോ മൂലയിലും നമുക്ക് പോയാൽ കാണാൻ പറ്റുന്ന ഒന്ന് ശിവലിംഗമാണ്. റാം മനോഹർ ലോഹിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്തകൻ, രാഷ്ട്രീയ നേതാവായിരുന്നു. ഭാരതം ഉൽപ്പാദിപ്പിച്ച ഏറ്റവും വലിയ ഓർഗാനിക് ജൈവ തത്വചിന്തകൻ എന്ന് പറയാവുന്ന ഒരാൾ. അദ്ദേഹം പറയുന്നുണ്ട്, രാമൻ ഭാരതത്തിനെ തെക്കും വടക്കും യോജിപ്പിച്ചു, കൃഷ്ണൻ പടിഞ്ഞാറും കിഴക്കും യോജിപ്പിച്ചു, ശിവൻ ഓരോ കല്ലിലും ഭാരതത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ജീവോർജത്തിൻ്റെ ഒരു എംബോഡിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കത് ഏറ്റവും പെട്ടെന്ന് നമ്മളായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയാൽ, എനിക്കെപ്പോഴും ശിവക്ഷേത്രത്തിൽ പോയാൽ ഞാനും അതും വേറെയാൻ തോന്നാറില്ല. പണ്ട് ചെറിയ കുട്ടി നമ്മളെ തോന്നാറില്ല. പറയുമ്പോൾ ആളുകൾക്ക് തോന്നും നമ്മൾ തള്ളു കടന്നുമായിരിക്കും. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല ശിവക്ഷേത്രത്തിൽ. ചെറിയ കുട്ടി നമ്മളെ ആ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ കരുതിയ ഞാനൊരു വൈഷ്ണവ പക്ഷപാതി ആയതുകൊണ്ട് അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊരു ചിന്ത, വിഷ്ണുവിനായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുമായിരുന്നു. എന്നാൽ ദേവിയെ കാണുമ്പം പ്രാർത്ഥിക്കും, വലിയ സ്നേഹത്തോടെയൊക്കെ നോക്കും. ശിവനെ ഞാൻ ഇപ്പോഴും ഇപ്പം ഞാനൊരു പൂർണ്ണ ശൈവനാണ്. എന്നാൽ പോലും ഇന്ന് പോലും ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പം ശിവലിംഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന പോലെ ആളുകൾക്ക് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു വ്യത്യാസമില്ല എന്നുള്ളൊരു ചിന്ത എങ്ങനെയോ രൂഢമൂലമായിട്ട് ചെറിയ പ്രായത്തിലുണ്ടായി. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ കാരണം ആ രൂപം, അദ്ദേഹത്തിൻ്റെ രീതികൾ, ഇതെല്ലാം നമ്മളുമായിട്ട് എത്രയെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ടാണ് എല്ലാ തരത്തിലും. ഇപ്പം ഭാര്യ, പുരാണപരമായിട്ട് പറയാണ്, പുരാണ സങ്കല്പത്തിന് ഭാര്യ മരിച്ചിട്ട് ആ ശവം തോളിലിട്ടിട്ട് വിലപിച്ചുകൊണ്ട് നടന്ന ഏത് ദൈവമുണ്ട് പുരാണത്തിൽ? ശരിയാണ്, ശിവൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കാണാൻ പറ്റുക രാമനെയാണ് സീതയുടെ കാര്യത്തിൽ വരുമ്പോൾ. എന്നാൽ പോലും ശിവന് ശക്തിയോടുള്ള ആ ഒരു അടുപ്പം, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ്, പല കാര്യങ്ങളിൽ, ഇപ്പോൾ കാമന ദഹിപ്പിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. കാരണം ബിറ്റ്വീൻ മീ ആൻഡ് ശക്തി, എനിക്കും ശക്തിക്ക് ഇടയിൽ ഒരു ദല്ലാൾ വേണ്ട, മനസ്സിലായില്ലേ? കാമൻ ദേവിയെ സഹായിക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ഹൃദയം തുറക്കുന്നു വെച്ചിട്ടാണ്
പൂവൻ പായച്ചത്, പക്ഷെ തൃക്കണ്ണായി പോയി തുറന്നത്, റോങ് സ്ഥലത്താണ് ഹിറ്റ് ചെയ്തത്. അങ്ങനെയാണ് കത്തിപ്പോയത്. അങ്ങനെയാണ് കാമന്റെ ദഹനം ഉണ്ടാവുന്നത്. മാർക്കണ്ഡേയനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ലോകനീതിയെയാണ് അട്ടിമറിക്കുന്നത്. കാരണം യമൻ പോയി കഴിഞ്ഞാൽ അത് എന്താ ഉണ്ടാവുക? മരണമില്ലാത്തൊരു കാലം. കുഞ്ചൻ നമ്പ്യാർ വരുന്നുണ്ട്, മരണമില്ലാത്തൊരു കാലം. അപ്പൂപ്പനൊക്കെ നടന്നു പോകുന്നൊരു കാഴ്ച അതിഭീകരമായിരിക്കും. അങ്ങനെ ആളുകൾ ആ ലോകനീതിയെ, മധുര ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു, ഈ മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ സമയത്ത് അവിടെ ഒരു ശില്പമുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. യമനെ പിടിച്ച് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കഴുത്തൊടിച്ച് തിരിച്ചിരിക്കുന്ന ഒരു ശില്പമുണ്ട്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര ഘോരമായിട്ടാണ് യമനോട് പെരുമാറിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കണ്ഡേയൻ തൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, ഭക്തനാണ്. ആ ഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന, ഒരുപക്ഷെ പ്രപഞ്ചനീതിയെ തന്നെ മാറ്റിമറിക്കുന്ന, വിധിയെ മാറ്റാൻ വരെ ഭഗവാൻ ഒരുമ്പെടും. അങ്ങനെ ഒരാളെ ശിവന് മാത്രമേ കാണുള്ളൂ. വിധിയെ മാറ്റാൻ ഒരുമ്പെടുക. കാലനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള, ആശ്രയിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആളാണ് ശിവൻ. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഇന്റർവ്യൂ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ചാത്തൻ, ഈ ചാത്തനും ഇപ്പോൾ ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. വിഷ്ണുമായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ സേവകൾ പണ്ട് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തൊക്കെ കേട്ടിരുന്നതാണ് ആദ്യം കുട്ടിച്ചാത്തൻ സേവയൊക്കെ. പിന്നീട് അത് ഇപ്പോഴാണ് കുറച്ചുകൂടി സുലഭമായി കേൾക്കാൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ചാത്തനെ ഉപാസിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും, നമുക്കൊപ്പം ചാത്തൻ ഉണ്ടാകും, ചാത്തന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസമാണ് ആളുകളെ വിഷ്ണുമായയിലേക്കും കുട്ടിച്ചാത്തനയിലേക്കും ഒക്കെ എത്തിക്കുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കാം മലയാളികൾക്ക് പെട്ടെന്ന് ചാത്തനോട് ഇത്ര പ്രിയം കൂടിയത്? ചാത്തനോട് പ്രിയം തോന്നാൻ കാരണം ഫേസ്ബുക്കാണ്. അതാണ് അതിന്റെ കാരണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന റീലുകൾ ഇത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ. സോഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വരെ ഉണ്ട് ചാത്തന് സ്വന്തമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ, ഈ പറയുന്ന ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളാണ് ഇന്നത്തെ ഈ പെട്ടെന്നുണ്ടായ ഒരു താല്പര്യത്തിന്റെ കാരണം എന്ന് പറയാം. അല്ലാതെ തന്നെ നോക്കുമ്പോൾ ചാത്തന് ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. ഇപ്പോൾ തെക്കുള്ള ചാത്തൻ അല്ലെങ്കിൽ മധ്യ കേരളത്തിലുള്ള ചാത്തൻ, നമ്മുടെ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പെരുങ്ങോട്ടുകാരെയൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ചാത്തനല്ല, അതാണ് വിഷ്ണുമായ എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം. ആ ചാത്തനല്ല വാസ്തവത്തിൽ നമ്മുടെ വടക്ക് ഉള്ള ചാത്തൻ. വടക്കുള്ള ചാത്തൻ തെയ്യത്തിലൊക്കെ കോലം കെട്ടി, ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഒക്കെ ഈ കുട്ടിച്ചാത്തൻ ഒരു കുറച്ച് കുറുമ്പുള്ള തെയ്യ, കുട്ടികളെ പിടിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികളോടെ കളിക്കും. അങ്ങനെ ഞാൻ ഏതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചങ്കാണ് ചാത്തൻ എന്ന് പറയും. കാരണം വെച്ചാൽ അത്രയും ഫ്രണ്ട്ലിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. തെയ്യത്തിനോട് അങ്ങനെയാണല്ലോ, തെയ്യത്തിനോട് എല്ലാം പറയാമല്ലോ, എല്ലാ കാര്യങ്ങളും പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ചോദിക്കും, ഓടും ചാടും കളിക്കും. ഈവൻ മൈഡിയർ കുട്ടിച്ചാത്തനിൽ ആദ്യം വരുന്നത് തന്നെ തെയ്യ രൂപത്തിലാണ്. എൻ്റെ രൂപം ഇതാണ് എന്നിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈ ജർമ്മനിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പോൾസ്റ്റർഗീസ്റ്റ് എന്നാ പറയാ, കുസൃതിയായ ഒരു കുട്ടി ഭൂതം. അതുപോലെയാണ് ചാത്തൻ എന്ന് പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട്. അതുപോലെയല്ല, എന്നാൽ പോലും നമുക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മൂർത്തിയാണ് ചാത്തൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കുട്ടിത്വം എപ്പോഴും ഉണ്ട്. ആ കുട്ടിത്വം കൊണ്ട് കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുട്ടികൾക്ക് ഒരു കാര്യം ചെയ്യുമ്പം 2 തവണ ആലോചിക്കൂല അവർ, ഒറ്റ ബുദ്ധിയാണെന്ന് പറയും. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് കുട്ടി ഇരിക്കുകയാണ്, അപ്പം അച്ഛൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് അച്ഛനെ വെറുതെ അടിക്കുന്നവർ കാണിച്ചാൽ കുട്ടി ചിലപ്പോൾ തിരിച്ചൊന്നാൻ കൊടുക്കും. അച്ഛൻ്റെ സുഹൃത്താണെന്നൊന്നും കുട്ടി ഓർക്കൂല, കുട്ടി അച്ഛൻ്റെ സംരക്ഷണം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെയാണ് ചാത്തൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ഒരു പ്രത്യേകത ചാത്തനുണ്ട്. ചിലപ്പം ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആക്ട് ചെയ്ത് കളയും, ഈ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അത് കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. നമ്മുടെ ഒരു ഭാവനയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു കുട്ടിത്വം സൂക്ഷിക്കുന്ന മൂർത്തി കുട്ടിച്ചാത്തൻ. അതാണ് കുട്ടിച്ചാത്തൻ എന്ന് തന്നെ പേര്. അപ്പം അത് വടക്കൻ കേരളത്തിലെ ചാത്തൻ കുറച്ചും കൂടെ ഒരു മന്ത്രമൂർത്തിയായിട്ടുള്ള തെയ്യത്തിൽ കെട്ടിയാടപ്പെടുന്ന ഒരു ദേവതയാണ്. പക്ഷെ നമ്മൾ ഇപ്പം കാണുന്ന ട്രെൻഡിങ് ചാത്തൻ വാസ്തവത്തിൽ ഈ വിഷ്ണുമായ ഇതായിട്ടുള്ള ബന്ധപ്പെട്ട ചാത്തനാണ്. ഇത് രണ്ടായാലും ഇത് രണ്ടിൻ്റെയും ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മലവാരം, കരിനീലി പറ്റ,
പൊന്മകനാണ് കുട്ടിച്ചാത്തൻ എന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു ഡയറക്ടർ ഓഫ് അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് സ്റ്റഡീസ്, അഡ്വാൻസ് സ്റ്റഡീസ് ഞാൻ പറഞ്ഞു. എന്താണ് ഈ അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്? അഭിനവ് ഗുപ്തൻ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു സ്കോളറായിരുന്നു, പണ്ഡിതനായിരുന്നു, താന്ത്രികനായിരുന്നു. അഭിനവ് ഗുപ്തനെ എല്ലാവർക്കും അറിയുന്നത് ഒരു എസ്തെറ്റിഷ്യനായിട്ട്, അല്ലെങ്കിൽ ഒരു പോയറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു ഗ്രമേറിയനായിട്ട്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അഭിനവ് ഗുപ്തനെ കുറിച്ച് അറിയുന്നു. നൃത്തം പഠിക്കുന്നവരൊക്കെ അഭിനവ് ഗുപ്തനെ കുറിച്ച് മനസ്സിലാക്കും. കാരണം രസസിദ്ധാന്ത രസങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അഭിനവ് ഗുപ്തനെ പറയാതെ പറ്റില്ല. ഭാഷ പഠിക്കുന്നവർ അഭിനവ് ഗുപ്തനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ അഭിനവ് ഗുപ്തൻ ഒരു എന്താ പറയുക, നിർബന്ധമായിട്ടും ഇന്നവിറ്റബിൾ ആണ് ഇന്ത്യൻ ഫിലോസഫി പഠിക്കുമ്പോൾ. പക്ഷേ ഏറ്റവും കുറച്ച് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അഭിനവ് ഗുപ്തൻ ഒരു താന്ത്രികനായിരുന്നു എന്നുള്ളതാണ്. കാശ്മീര ശൈവം, തൃഗദർശനം എന്ന് പറയുക, തൃഗദർശനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ആളായിരുന്നു അഭിനവ് ഗുപ്തൻ. ശിവൻ തന്നെ അവതരിച്ചു അഭിനവ് ഗുപ്തനായിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അഭിനവ് ഗുപ്തൻ്റെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അതിൻ്റെ ശിലാസ്ഥാപനവും കാര്യങ്ങളൊക്കെ നടന്നത്. അതിപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഭാരതീയ ജ്ഞാനപരമ്പര, ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷൻ്റെ കീഴിൽ 27 റിസർച്ച് സെൻറ്റേഴ്സ് ഭാരതം മുഴുവനുണ്ട്, പല വിഷയങ്ങളിൽ. അതിലൊരു സെൻറ്ററാണ് അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹം, ഒരുപാട് താങ്ക് യു ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം പറഞ്ഞു കൊടുത്തത്.